എൻ്റെ ഒരേ ഒരു കൂടപ്പിറപ്പാ ഏഞ്ചൽ മേരി. ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയി. പക്ഷേ ഒരിടത്തൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. അവസാനത്തെ പ്രതീക്ഷ അത്. വരാതിരിക്കെ. എന്റെ ഓഫീസിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസുമായിട്ട് അവര് വന്നു. സാറയുടെ കണക്കില് അതൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. നോക്കിക്കോ ചന്ദ്രശേഖര, വരുണും രാധികയും സാറയുടെ പ്രതികാരം എന്തെന്ന് ഇനി അങ്ങോട്ട് അറിയാൻ പോകുന്നതേ ഉള്ളൂ. നമസ്കാരം. ശങ്കർജിയെ കാണാൻ വേണ്ടി വന്നതാ. ഉണ്ടല്ലോ അല്ലേ? ഉവ്, ബെഞ്ചമിൻ എന്നാണോ പേര്? അതെ. ശങ്കർജി പറഞ്ഞിരുന്നു. വരും. ഒരു മിനിറ്റ്. ഇവിടെ നിന്നാ മതി. വരും. ഒരു നിമിഷം ഒന്ന് നിൽക്കൂ, ഒന്ന് ചോദിച്ചിട്ട് വരാം. വരൂ. സ്വാമിജി, നമസ്കാരം സ്വാമി. നമസ്കാരം. ഇരിക്കൂ. ഇരുന്നോളൂ. മിസ്റ്റർ ബെഞ്ചമിൻ, ഇവിടെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വലിയ ട്രീറ്റ്മെന്റ് ഒന്നും കാണില്ല. ഇവിടുത്തെ ചികിത്സ എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. ഈ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് സൂക്ഷ്മമായി പഠിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ വന്ന തെറ്റുകളാണ്. അതിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടും. ജീവിക്കാനുള്ളത് സത്യസന്ധമായി ജീവിച്ചു തീർക്കുക, അത്രയേ ഉള്ളൂ. സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ തന്നെ ഈശ്വരാരാധനയിലൂടെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. ഇവിടുത്തെ രീതികൾ എന്താണോ അത് മതി. എൻ്റെ ഒരേ ഒരു കൂടപ്പിറപ്പാ ഏഞ്ചൽ മേരി. ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയി. പക്ഷേ ഒരിടത്തൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. അവസാനത്തെ പ്രതീക്ഷ അത്.
ഈ അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത് ദൈവമാണ്. അതേത് മനുഷ്യനും. എനിക്ക് ഇവര് നല്ല പരിചയം തോന്നല്ലോ. മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ, വല്ലാത്തൊരടുപ്പമുള്ളത് പോലെ. സാധ്യത ഉണ്ടാവില്ല. കാരണം ഇവളങ്ങനെ അധികം പുറത്തിറങ്ങുന്ന കൂട്ടത്തിലുള്ളതല്ല. ഇത്രയും വലിയ ശുപാർശകൾ ശേഷമാണല്ലോ നിങ്ങളുടെ വരവ്. എനിക്ക് കഴിയൊഴിയാനും പറ്റില്ല. ഇവിടെ നിർത്തുന്നതിന് മുമ്പ് ഏഞ്ചൽ മേരിയെ കുറിച്ചുള്ള സർവ്വ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം. ശരി സ്വാമി. ബെഞ്ചമിന, സ്പീക്കറിലിട്. ഹലോ. ചന്ദ്രശേഖര സാറേ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേര് കുറച്ച് മുൻപേ അങ്ങ് മാറിപ്പോയി കേട്ടോ. കോടാനുകോടികളുടെ പ്രിയപ്പെട്ട ശ്യാമ എന്ന ഗായിക ഇനി ഒരു വരി പോലും മൂളാത്ത ഏഞ്ചൽ മേരി എന്ന നാമധേയത്തിൽ അറിയപ്പെടും. ഓ, അപ്പൊ ശ്യാമ പുതിയ താവളത്തിലെത്തി അല്ലേ ബെഞ്ചമിൻ? യെസ്. ഇനി അവിടുന്ന് പുറത്തേക്കില്ലല്ലോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. ബെഞ്ചമിൻ, ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലായിരിക്കണം അവിടുത്തെ നിൽപ്പ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ ചുവട് പിഴച്ചാ അവിടുന്ന് അങ്ങോട്ടെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകരും. ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഞങ്ങൾ നിന്നെ വിളിച്ചോളാം. ഓക്കെ. ഏഞ്ചൽ മേരി കൊള്ളാല്ലേ? പിന്നെ എന്താ സംശയം? ആൾമാറാട്ടത്തിന് ഒരു പേര് തിരഞ്ഞപ്പോ കിട്ടിയ പേര് അതിമനോഹരം. അതാണ് ദൈവത്തിന് ശ്യാമയോടുള്ള ഇഷ്ടം. ഏഞ്ചൽ മേരി. ഗ്രേറ്റ്. അമൃത ഇല്ലാതാക്കിയപ്പോ പെട്ടെന്ന് ഇവരെ കൂടി അങ്ങ് ഇല്ലാതാക്കിയല്ലോ എന്ന് എനിക്ക് തോന്നിയതാ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ കയ്യിലുള്ള ഭീമമായ സമ്പാദ്യവും വെച്ച് ഇവളങ്ങ് ഇല്ലാതായി പോയാലേ അവളുടെ പേരിലുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ ഗവൺമെന്റിലേക്ക് അങ്ങ് പോവും. പകരം അത് നമുക്ക് കിട്ടുകയാണെങ്കിലോ? ശ്യാമയൊന്ന് ബെറ്റർ ആവട്ടെ, എന്നിട്ട് എല്ലാം എഴുതി വാങ്ങിക്കണം. കൂട്ടിവെച്ചതൊന്നും ആസ്വദിക്കാനുള്ള ഭാഗ്യമൊന്നും ശ്യാമയ്ക്കില്ല. പക്ഷേ ശ്യാമ കൂട്ടിവെച്ചത് എല്ലാം ആസ്വദിക്കാനും ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട്, അല്ലേ സാറാ? ചില നേരത്ത് ചന്ദ്രശേഖരൻ എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇതുപോലുള്ള മൊമെന്റ്സ്. താങ്ക് യു.